പള്ളിയിൽ എത്ര തിരക്കുള്ളവനാണെങ്കിലും ഒരു ദിവസത്തിൽ ഒരു വക്തെങ്കിലും നിസ്കരിച്ചാൻ പോവാത്തോണ്ടാവില്ല. എന്നാല് ഞമ്മക്കൊക്കെ ചില പള്ളികളിൽ ഉണ്ടാവണേ ഒരു ദുരനുഭവത്തെ കുറിച്ചാണ് പറയാൻ പോണത്. അതിന്റെ മുന്നേ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്ത് ഒപ്പം കൂടാനും തൊട്ടപ്പുറത്തേക്കാൻ തട്ടി കൊടുക്കാനും മറക്കല്ലിട്ടോ. എന്നാ നമ്മൾ പള്ളികൾക്ക് നടക്കല്ലേ, എത്ര തിരക്കുണ്ടെങ്കിലും കലാഹ ആകണതിന്റെ മുന്നേ മണ്ടിപ്പാഞ്ഞ് കാണുന്ന പള്ളിക്ക കയറി നിസ്കരിച്ചിനെ കലാഹ ആയാല് അത് അടുത്ത വക്തിന്റെ ഒപ്പം നിസ്കരിച്ചാൻ വേണ്ടി ഇത്തിരി നേരം കിട്ടിയ പാഞ്ഞു കയറുന്ന മനുഷ്യന്മാരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഇജാതി ഒരു അനുഭവം ഉണ്ടാവും. അത് ചിലപ്പോൾ വണ്ടി പോണവരാവും, പണിക്ക് പോണവരാവും, വയ്യാത്രക്കാരാവും, പല ആൾക്കാരാവും. ഉദൂർത്തിൽ തൊപ്പിയൊക്കെ ഇട്ട് ഇട്ട തൊപ്പി പള്ളിക്കത്തതാണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ ഇത് തിരിച്ചു വെക്കാൻ മറക്കരുത് കേട്ടോ. ഇനിയിപ്പോ നിങ്ങളതാണെങ്കിലോ അത് തലേ തന്നെ അവിടെ നിന്നും ചെയ്തോട്ടെ. നമ്മൾ പള്ളിന്റെ ഉള്ളിൽ കണ്ട് കയറി ഒരു തൂണിന്റെ നേരാണ് നിന്ന്, അതിന്റെ നേരെ മുകളിൽ ഒരു ഫാൻ ഉണ്ടാവും. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കയറി വന്നതല്ലേ, അതൊന്നും ഇട്ടാല് ഞമ്മക്കൊരു ആശ്വാസമല്ലേ. അങ്ങനെ ഫാനിന്റെ സ്വിച്ച് തെരഞ്ഞ് അതിട്ട് നിസ്കാരം തുടങ്ങി. നിസ്കാരം മുറുകി കുറച്ചങ്ങോട്ട് കഴിയുമ്പോ കാണാം ഫാനിന്റെ കറക്ക നിൽക്കണ്. നിസ്കാരത്തിലല്ലേ, അധികമൊന്നും നമ്മൾ ശ്രദ്ധിച്ചതല്ലോ. നിസ്കാരം കഴിഞ്ഞ് ചൊല്ലാളതൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചാളതൊക്കെ പ്രാർത്ഥിച്ച് കരണ്ട് പോയതല്ലേ, വന്നാല് ആ ഫാൻ കറങ്ങി കരണ്ടും ബില്ല് പള്ളിക്കിഞ്ഞ് കൂട്ടണ്ട എന്ന് കരുതി നമ്മളിട്ട ഫാനിന്റെ സ്വിച്ചിന്റെ അടുത്ത് ഓഫാക്കാൻ അതിന്റെ അടുത്ത് ചെല്ലുമ്പോണ്ടാവും അത് ഓഫായി നിൽക്കണ്. നമ്മൾ ഓണാക്കിയിട്ട സ്വിച്ച് നമ്മളറിയാതെ എങ്ങനെ ഓഫായി എന്ന് ചിന്തിച്ചണ്ട. ഇത് കറാമത്തൊന്നല്ല ഓണായ സ്വിച്ച് ഒറ്റടിക്കാണ്ട് ഓഫാകാൻ. ഇത് ഓഫാക്കിയതാണ് ആരാണെന്നല്ലേ. ഈ ജാതി ഒരു ഫാൻ ഓഫാക്കലാരൻ നിങ്ങളെ നാട്ടിലെ പള്ളിക്കലും ഉണ്ടാവും. അയാളെ പേരൊന്ന് നമ്മളെ കമന്റ് ബോക്സിൽ ഓർത്താളിട്ടോ. ഒറ്റക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ ഇട്ട ഫാൻ ഓഫാക്കണേ. നിസ്കരിച്ചു കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ടൊന്ന് മയങ്ങിപ്പോയാല് അപ്പൊ ഫാൻ ഓഫാക്കി പോണേ. നിക്കാതെ നടക്കണതിന്റെ ഇടയിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ചിലപ്പോൾ ഫർദ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. മയ്യത്ത് നിസ്കാരത്തിന് വന്ന ആൾക്കാരും നിസ്കാരം കഴിഞ്ഞിട്ട് ഫർദ് നിസ്കരിച്ചാൽ നിൽക്കുന്നുണ്ടാവും. അപ്പോത്തിന് ഫാനൊക്കെ ഓഫാക്കി കാര്യം നോക്കാൻ നടക്കണേ കുറച്ച് ഫാൻ ഓഫാക്കലാരുണ്ട്. അത് ഏത് നാട്ടിലും പള്ളിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഫാനും ലൈറ്റും ഒക്കെ ഓഫാക്കാൻ ഏൽപ്പിച്ച ആളാണെങ്കിലും ചെയ്യണതിനൊരു മാന്യത വേണം. ഈ ഓഫാക്കണ ഫാനേ ഈ ഓഫാക്കണോന്റെ അങ്ങന്ന് കൊണ്ടുവന്നതല്ല, പള്ളിക്കും വേണ്ടി വഖഫ് ചെയ്ത മുതലാണ്. കാറ്റ് കിട്ടിയാലും തണുപ്പ് കിട്ടിയാലും അത് AC ആണെങ്കിലും ഫാൻ ആണെങ്കിലും വാങ്ങിക്കൊടുത്ത ആൾക്ക് കാലാകാലം കൂലി കിട്ടും എന്നാണ് പറയല്. എന്നാ അതിന് ഇതൊന്ന് കറങ്ങണ്ടേ, എന്നാലല്ലേ കൂലി കിട്ടുള്ളൂ. എന്നാ ഈ ഫാൻ ഓഫാക്കണോനാണോ ഇതിന്റെ കരണ്ടും ബില്ല് അടക്കണത്? അല്ല, പള്ളിന്റെ മുതല് പള്ളിക്കല ഫാന്. ചില പള്ളികളിൽ ഏതെങ്കിലും ഒരാൾ കരണ്ടും ബില്ല് മൊത്തത്തിലാണ്ട് ഏറ്റെടുക്കും, അല്ലെങ്കിൽ പള്ളിന്റെ വരുമാനം കൊണ്ട് അടക്കും. അതും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കൂടി പിരിവ് കൊടുത്തടക്കും. നമ്മളെ മുന്നിൽ കൂടെ ചിലപ്പോൾ വെള്ളിയാഴ്ച ഒരു ബക്കറ്റൊക്കെ പോണ കാണാം. പല പള്ളികളും അത് കരണ്ടും ബില്ലിന്റെ പൈസ ആക്കി എടുക്കലുണ്ട്. പിന്നെ ഈ കറങ്ങണ ഫാൻ ഓഫാക്കണേ, ആ ഓഫാക്കലാരിന് ഇതിലെന്താ റോള്? പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ഒരു മനസുഖം. പല നാടുകളിൽ നിന്ന് പല വൈക്ക് മണ്ടിപ്പാഞ്ഞ് ഓരോരോ ആവശ്യങ്ങൾക്ക് പോണതിന്റെ ഇടയിൽ കാണുന്ന പള്ളിക്ക നിസ്കരിച്ചാൻ കയറുമ്പോൾ ഓർക്ക് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയത്. ഖുർആനിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, നിസ്കരിച്ചവന് സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന്. ഒറ്റക്ക് നിസ്കരിച്ചാൻ വന്ന് നിൽക്കണോന് നിസ്കാരം കഴിഞ്ഞാൽ ഇട്ട ഫാൻ ഓഫാക്കാതൊന്നും ഒരാളും പോവില്ല. പിന്നെ നിസ്കരിച്ചുമ്പോൾ ഓണാക്കാനും അത് കഴിഞ്ഞാൽ ഓഫാക്കാനുള്ളത് തന്നെയാണ് ഫാന്, അല്ലാതെ കാഴ്ച വസ്തു ഒന്നല്ലല്ലോ. നിക്കാതിനും മയ്യത്ത് നിസ്കാരത്തിനൊക്കെ പുറത്തെ നാട്ടുന്ന ആൾക്കാർ വരുമ്പോ ആ നേരത്തൊക്കെ ഇജാതി ഫാൻ ഓഫാക്കലാരുണ്ടായാൽ തന്നെ ഓല് പിന്നെ പറയും ആ നാട്ടിലെ പള്ളിക്കന്നാള് കേറി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിന്ന്. അത് മതി നമ്മളെ നാടിന് തന്നെ മൊത്തത്തിൽ ചീത്തപ്പേരുണ്ടാക്കാൻ. ഇപ്പൊ പള്ളിക്കലൊക്കെ AC ആയിരുന്നല്ലോ. AC വെച്ച പള്ളികളിൽ ഇപ്പൊ പുതിയൊരു ട്രെൻഡ് ഉണ്ട്. ഒന്നാം സഫിലുള്ള AC ആദ്യം തന്നെ ഓണാക്കിയാണ്